അക്കാദമി ഇന്ന് പുതിയൊരു സംരംഭത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി കാലം വൈദ്യർ അക്കാദമി വിവിധ സമയങ്ങളിൽ നടത്തിയിരുന്ന വ്യത്യസ്തതയാർന്ന പരിപാടികളുണ്ട്. ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് വിതരണം പോലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിർവഹിക്കാനുള്ളത്. നമ്മളുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വൈദ്യകൃതി ആലാപനമാണ്. നമ്മുടെ വിദ്യാർത്ഥികളായ, ഇവിടെ അക്കാദമിയിൽ നടക്കുന്ന 3 വർഷ മാപ്പിളപ്പാട്ട് പരിശീലനത്തിലെ വിദ്യാർത്ഥികളായ ഹഫ്ന ഫർഹ, അദീബ, ഷബ എന്നിവർ ചേർന്ന് വൈദ്യകൃതി ആലപിക്കുകയാണ്. അതിനുവേണ്ടി അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, പരിപാടിയുടെ ഔപചാരികതയിലേക്ക് പ്രവേശിക്കുകയാണ്. 1999
മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 2013 വൈദ്യ സ്മാരകം മാപ്പിള കലാ അക്കാദമിയായിട്ട് ഉയർത്തപ്പെടുന്നത്. 2016 ഒടുവിലാണ് നിലവിലുള്ള വൈദ്യർ അക്കാദമി കമ്മിറ്റി നിലവിൽ വരുന്നത്. 2017 പ്രവർത്തനക്ഷമമാവുകയും തുടർന്ന് 2018 വൈദ്യർ അക്കാദമിക്ക് ഉപകേന്ദ്രം നാദാപുരത്ത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ വൈദ്യർ അക്കാദമിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വൈദ്യർ അക്കാദമിയിൽ നടക്കുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും തുടരണമെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും തന്നെ സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് ആരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വൈദ്യർ അക്കാദമിയുടെ പുതിയ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഔപചാരികമായ വിളംബരവും ഒപ്പം COVID-19 സമയത്ത് വൈദ്യർ അക്കാദമി വൈവിധ്യമാർന്ന ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. കാരണം ഒറ്റപ്പെടലിൻ്റെ വിരസതയിൽ സാംസ്കാരിക വകുപ്പ് ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഓൺലൈൻ പരിപാടികളാണ് വൈദ്യർ അക്കാദമി തുടർന്നുകൊണ്ടിരുന്നത്. എന്നാൽ അവയ്ക്കുള്ള സമ്മാന വിതരണം പോലുള്ള കാര്യങ്ങൾ യഥാസമയം നിർവഹിക്കാൻ സാധിച്ചില്ല. അതിനും കാരണം യഥാർത്ഥത്തിൽ കോവിഡ് തന്നെയായിരുന്നു. അത്തരം സമ്മാനങ്ങളെല്ലാം തന്നെ വൈദ്യർ മഹോത്സവത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യാമെന്നതായിരുന്നു കാഴ്ചപ്പാട്. വൈദ്യർ മഹോത്സവവും 2 ദിവസത്തെ പരിപാടിയായി വലിയ ആഘോഷങ്ങളില്ലാതെയാണ് വൈദ്യർ അക്കാദമി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ വെച്ചിട്ടും അതിൻ്റെ വിതരണം പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും പ്രതികൂല സാഹചര്യമാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമ്മാനം ഏറ്റുവാങ്ങേണ്ടവർ, സർട്ടിഫിക്കറ്റുകളും ഉപഹാരങ്ങളും ഏറ്റുവാങ്ങേണ്ടവർ മാത്രം സംബന്ധിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മളിത് ആവിഷ്കരിച്ചിരിക്കുന്നത് COVID-19 പശ്ചാത്തലത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം തന്നെ വൈദ്യർ അക്കാദമി നേരിട്ട് പരിപാടി നടത്തിയോടൊപ്പം തന്നെ ഒരു ഘട്ടത്തിൽ വൈദ്യർ മഹോത്സവത്തിന്റെ ഭാഗമായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഓൺലൈനിൽ ഒരു മാപ്പിളപ്പാട്ട് ആലാപന മത്സരം ജില്ലാ തലത്തിൽ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന തലത്തിൽ അധ്യാപകർക്കുമായിട്ട് സംഘടിപ്പിക്കുകയുണ്ടായി. ആ പരിപാടിയുടെ അതിലുള്ള സമ്മാന വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടത്തുന്നത്. മറ്റേറ്റവും സവിശേഷമായ ഒരു പരിപാടി, വളരെ ആഘോഷപൂർവ്വം അക്കാദമി നടത്താൻ തീരുമാനിച്ചിരുന്ന മറ്റൊരു പരിപാടിയായിരുന്നു. അക്കാദമിയുടെ വിവിധ സംരംഭങ്ങളുടെ ഭാഗമായി അക്കാദമിയിൽ ആരംഭിച്ച ഒന്നാണ് മ്യൂസിക്കൽ ആർക്കൈവ്സ് എന്ന് പറയുന്നത്. മ്യൂസിക്കൽ ആർക്കൈവ്സിലേക്ക് വേണ്ടി മാപ്പിളപ്പാട്ടുകൾ ശേഖരിക്കുവാൻ സഹായിച്ച ശ്രീ മാഹിൻ ചിറയിലാൻ ദയവായിട്ട് വേദിയിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാഹിൻ ചിറയിലാൻ അദ്ദേഹം പെരുമ്പാവൂർ സ്വദേശിയാണ്. വൈദ്യർ അക്കാദമിയിൽ നിങ്ങൾക്കിപ്പോൾ വരുമ്പോൾ കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ എല്ലാ ഗ്യാലറികളിലും തന്നെ അതുപോലെ തന്നെ ഓഫീസ് ഉൾപ്പെടെ എല്ലായിടങ്ങളിലും നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാൻ സാധിക്കും. ഈ മാപ്പിളപ്പാട്ടുകൾ എന്ന് പറയുന്നത് വൈദ്യർ അക്കാദമിയിലെ മ്യൂസിക്കൽ ആർക്കൈവ്സിലുള്ള 30,000 മാപ്പിളപ്പാട്ടുകളുടെ ഭാഗമായിട്ടുള്ള പാട്ടുകളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ 30,000 പാട്ടുകൾ സമാഹരിക്കുവാൻ വൈദ്യർ അക്കാദമിയെ സഹായിച്ചവരിൽ പ്രമുഖരാണ്. പ്രത്യേകിച്ചും എറണാകുളം ആലുവയുള്ള അബൂബക്കർ ആലുവ, അതുപോലെ തന്നെ മാഹിൻ റഹീം പോലുള്ള ആളുകൾ. ഇവരുടെയൊക്കെ ശേഖരത്തിൽ നിന്നാണ് പകർത്തെടുത്ത പാട്ടുകൾ കൂടിയാണ് നമ്മുടെ മ്യൂസിക്കൽ ആർക്കൈവ്സിനെ സമ്പന്നമാക്കുന്നത്. അതുകൊണ്ട് അവരോട് തീർച്ചയായിട്ടും വൈദ്യർ അക്കാദമി എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവരെ ഒന്ന് സദസ്സിൽ പരിചയപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ഒരു പരിപാടി ഇന്ന് നമ്മുടെ ഈ വിജയികളുടെ അല്ലെങ്കിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത നമ്മളുടെ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ സാന്നിധ്യത്തിൽ വൈദ്യർ അക്കാദമി നടത്തുവാൻ വിചാരിച്ചത്. അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഈ പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യമായിട്ട് വൈദ്യർ അക്കാദമിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മാപ്പിള കലാ അക്കാദമിയുടെ കീഴിലുള്ള സ്കൂൾ ഓഫ് മാപ്പിള ആർട്സിന്റെ വിളംബരം ഇവിടെ ബഹുമാനായ അക്കാദമിയുടെ ചെയർമാൻ നിർവഹിക്കും. വിവിധ ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ നമ്മൾ എല്ലാ ജില്ലകളിലും ഓരോ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും പിന്നീട് അത് പഞ്ചായത്ത് തലങ്ങളിലേക്ക് ശാഖകൾ ആരംഭിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയം കൃത്യമായിട്ട് പറയാം. ഇവിടെ നമ്മൾ ഈ സദസ്സ് ആരംഭിക്കുകയാണ്. ഇവിടെ വിവിധ മത്സരങ്ങൾ നമുക്കറിയാം. ആദ്യം വൈദ്യർ അക്കാദമി നടത്തിയ ഓൺലൈനിൽ ആദ്യം ആരംഭിച്ച പരിപാടി
ഫൈസൽ മാഷിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ച ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മാപ്പിള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട 3 ചോദ്യം 3 ഉത്തരം എന്ന ഒരു ഓൺലൈൻ പരിപാടിയായിരുന്നു ആദ്യം ആരംഭിച്ചത്. മാപ്പിള സാഹിത്യവും മാപ്പിള കലകളും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട 3 ചോദ്യം ഓരോ ദിവസവും ചോദിക്കുകയും ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഏകദേശം 800ഓളം പേരാണ് ആദ്യത്തെ ഘട്ടത്തിൽ പങ്കെടുത്തത്. അത് ഇവിടെ കേരളത്തിലുള്ളവർ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് ഓൺലൈനിൽ ആ മത്സരത്തിൽ പങ്കെടുത്തത്. അങ്ങനെ 3 ചോദ്യം 3 ഉത്തരം എന്ന ആ പ്രശ്നോത്തരിയിൽ പങ്കെടുത്ത് ഏറ്റവും മുന്നിൽ വന്നിട്ടുള്ള ആൾക്കുള്ള ഉപഹാര സമർപ്പണം ഇവിടെ നടക്കുന്നുണ്ട്. മറ്റൊന്ന് മാപ്പിളപ്പാട്ട് ആലാപന മത്സരമായിരുന്നു. ആലാപന മത്സരം നടത്തിയപ്പോൾ തന്നെ നമ്മൾ ചെയ്തത് എല്ലാ വിഭാഗങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ബാല്യം, കൗമാരം, യൗവനം, പൊതു എന്നീ വിഭാഗങ്ങളിലായിട്ട് 4 വിഭാഗങ്ങളിലായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മത്സര പരിപാടിയായിട്ടാണ് ആലാപന മത്സരം സംഘടിപ്പിച്ചത്. അതിലും നല്ല പങ്കാളിത്തം ഉണ്ടായി. പിന്നെ മറ്റൊന്ന്, ഇതേപോലെ തന്നെ ഈ 4 വിഭാഗങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാപ്പിളപ്പാട്ട് രചനാ മത്സരം നമ്മൾ ഓൺലൈനിൽ സംഘടിപ്പിക്കുകയുണ്ടായി. അത് രചനകൾ ഓൺലൈനിൽ അവർ അയച്ചു തരുന്ന രീതിയിലായിരുന്നു ഇത് ക്രമീകരിച്ചിരുന്നത്. അത്തരം ഒരു മത്സരം ആ രീതിയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നീട് മാപ്പിളപ്പാട്ടും മലയാള സിനിമയും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും പുലിക്കോട്ടിന്റെ കയ്യിൽ, നമ്മുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ ഹൈദരലി പുലിക്കോട്ടിന്റെ കയ്യിൽ പിന്നെ ഒരുപാട് റെക്കോർഡുകൾ, പാട്ടുകളുണ്ട്. അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചോദിക്കുന്ന മലയാള സിനിമയും മാപ്പിളപ്പാട്ടും എന്ന പ്രശ്നോത്തരിയും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട്, വളരെ കൗതുകരമായ പ്രോഗ്രാം കൂടിയായിരുന്നു. കാരണം പ്രശ്നോത്തരികളുടെ കാലഘട്ടത്തിൽ ഇതുവരെ അനുഭവബോധ്യമല്ലാത്ത ഒരു പുതിയ രീതിയിലായിരുന്നു അതിന്റെ ഒരു ആവിഷ്കാരം നടത്തിയിരുന്നത്. അത് നല്ല പങ്കാളിത്തം ഉണ്ടായി. നമ്മുടെ ഈ പങ്കാളിത്തത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്നത് വരെ ഒരു അമേരിക്കയിൽ വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സമ്മാനം ഏറ്റുവാങ്ങാൻ അദ്ദേഹം വരുന്നില്ല, അദ്ദേഹം വിളിച്ചിരുന്നു, പിന്നീട് നാട്ടിൽ വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നല്ല പങ്കാളിത്തമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ അക്കാദമിക്ക് ലഭിച്ചത് എന്നതുകൂടി ഈ കോവിഡ് കാലത്തെ, അതായത് നമ്മുടെ കോവിഡ് കാലം നമ്മൾ അടച്ചിരിക്കുമ്പോൾ നമ്മുടെ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ തുറന്നിടുന്ന ഒരു രീതിയായിരുന്നു നമ്മൾ ആവിഷ്കരിച്ചത്. അതിന്റെ സ്വീകാര്യതയാണ് ലഭിച്ചത്. പിന്നീട് വൈദ്യുതി മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഈ കോവിഡ് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് സാധാരണ നമ്മൾ ആലാപന മത്സരം ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിക്കുന്നതാണ്. അത്തരം പരിപാടികൾ നടത്താനുള്ള പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിവിധ പരിപാടികൾ നമ്മൾ വൈദ്യുതി അക്കാദമിയും അതുപോലെ തന്നെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ചും അതുപോലെ തന്നെ പുറത്തു വെച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ മനോജ് മാഷുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിൽ പരിപാടി ആവിഷ്കരിക്കുകയും അങ്ങനെ ഒരു മാപ്പിളപ്പാട്ട് ആലാപന മത്സരം നമ്മൾ സംസ്ഥാന തലത്തിൽ വിദ്യാർത്ഥികളെ വെച്ച് നടത്തുമ്പോൾ നമുക്കത് പരിശോധനയ്ക്ക് പോലും വിധേയമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാവും എന്നുള്ളൊരു ആദ്യ കാരണം നമ്മളത് വിദ്യാർത്ഥികളുടേത് ജില്ലയിലേക്ക് ഒതുക്കുകയും അധ്യാപകരുടെ സംസ്ഥാന വ്യാപകമായി നമ്മൾ സ്കൂൾ മാനുവൽ അനുസരിച്ച് തന്നെ സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഈ രീതിയിലുള്ള വൈവിധ്യമാർന്ന മത്സരങ്ങളും പരിപാടികളുമാണ് നമ്മൾ സംഘടിപ്പിച്ചത്. എല്ലാത്തിനും നല്ല പങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത് എന്നത് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ പരിപാടിയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കേണ്ടിയിരുന്നത് നമ്മുടെ മുൻ ചെയർമാനും ഇപ്പോഴത്തെ വഖഫ് ബോർഡ് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ കൂടിയായിട്ടുള്ള ഹംസാക്കയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്നത്. ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു നിന്നിരുന്നത്. ഇന്ന് അദ്ദേഹത്തിന് രാവിലെ യാത്ര ചെയ്യാൻ പറ്റാത്ത അറിയാൻ നോക്കാൻ ഒരു 10-55 വയസ്സുള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ചില പ്രയാസങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് യാത്ര ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഇന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന് നാളെയും ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ 2 പരിപാടികളും പിന്നെ പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രയാസം ഹംസാക്ക അറിയിച്ചതുകൊണ്ട് അദ്ദേഹം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വൈദ്യുതി അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കൂടിയായിട്ടുള്ള നമ്മുടെ ബഹുമാനനായ ഡോക്ടർ ഹുസൈൻ കണ്ടത്താണി അവറുകൾ നിർവഹിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. മ്യൂസിക്കൽ ആർക്കൈവ്സിലേക്ക് മാപ്പിളപ്പാട്ടുകൾ ശേഖരിക്കാൻ സഹായിച്ചവർക്കുള്ള ആദരം ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീ മാഹിൻ ചിറയിലാൻ പെരുമ്പാവൂരാണ്. അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ നിന്നുമാണ് വൈദ്യുതി അക്കാദമിയിലെ മ്യൂസിക്കൽ ആർക്കൈവ്സിലുള്ള ഗാനങ്ങളുള്ളത്. അദ്ദേഹം ഇവിടെ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതാണ് മാഹിൻ ചിറയിലാൻ. ഇദ്ദേഹത്തിന്റെ അടുത്ത് മാപ്പിളപ്പാട്ടുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. ആ ശേഖരത്തിൽ നിന്നാണ് നമ്മുടെ
നമ്മുടെ മ്യൂസിക്കൽ ആർക്കൈവ്സിലേക്ക് ഗാനങ്ങൾ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ ആലുവയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അബൂബക്കർ ആലുവ എന്ന് പറയുന്ന, ഒരു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അദ്ദേഹത്തിന്റെ പാട്ടുകൾ. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അബൂബക്കർ ആലുവ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് വന്ന് ഏറ്റുവാങ്ങാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. വൈദ്യുത അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായ ഒരു പ്രവർത്തനമായിട്ടാണ് അക്കാദമി അത് കാണുന്നത്. നമ്മളിവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയും അതുപോലെ തന്നെ ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോയും തിയേറ്ററും ഒക്കെ ആരംഭിച്ചതുപോലെ, അറിവ് മലയാളം റിസർച്ച് ലൈബ്രറി ഒക്കെ സ്ഥാപിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 30,000-ഓളം മാപ്പിളപ്പാട്ടുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അത് കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കാദമിയുടെ പ്രവർത്തകർ തന്നെയായിട്ടുള്ള ജോയിന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ വൈസ് ചെയർമാനും പിന്നെ ഐവല്ലി പുലിക്കോട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഫൈസൽ നാഷും ചേർന്നിട്ട് ഈ 30,000 പാട്ടുകളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ പാട്ടും അത് വന്ന കാലം, അതിന്റെ വിഷയം, പാടിയത്, സംഗീതം, രചന തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഭാവിയിൽ നമ്മുടെ ഗവേഷകർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ അത് ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്രമപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമാവാം ഈ ഒരു ചടങ്ങും ഇവരെ ആദരിക്കണമെന്ന കാഴ്ചപ്പാടോട് കൂടിയാണ് ഇത് ഇത്രയും വൈകിപ്പോയത്. പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് വൈകി അത് നീണ്ടു പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വേളയിൽ വെച്ച് അവരെ ആദരിക്കുന്നത്. ആ പരിപാടി, ആ പ്രോസസ്സിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏകദേശം ഒരു 30-35% അതിന്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നത് കൂടി ഈ സദസ്സിനെ അറിയിക്കുകയാണ്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ രാഹുൽ വന്നിട്ടുണ്ട്. അവിടെ രാഹുൽ വേദിയിലേക്ക് വരും. സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ, ഈ കലാകാരന്മാരിൽ ലളിതകലാ വിഭാഗം നമ്മുടെ, നിങ്ങൾക്ക് അറിയാം, നിങ്ങളൊരു പക്ഷേ ഫെബ്രുവരിക്ക് മുമ്പായിരുന്നു വൈദ്യുത അക്കാദമിയിൽ വന്നിരുന്നെങ്കിൽ അവിടെ ആ കരിങ്കൽ പാറ മാത്രമായിരുന്നു നിങ്ങൾ കണ്ടിരുന്നത്. എന്നാൽ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 3 വരെയുള്ള 6 ദിവസം നമ്മുടെ കലാകാരന്മാർ, ഫെലോഷിപ്പ് കലാകാരന്മാർ, സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഫെലോഷിപ്പ് കലാകാരന്മാർ, ലളിതകലാ വിഭാഗം മലപ്പുറം ജില്ലയിലെയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെയും ലളിതകലാ വിഭാഗത്തിലുള്ള കലാകാരന്മാർ 6 ദിവസത്തെ അവരുടെ ക്യാമ്പിലൂടെ, നമ്മുടെ ആ ഒരു ചിത്രശില ക്യാമ്പ് എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിച്ച ആ പരിപാടിയിലൂടെ നമ്മുടെ കടന്നു വരുന്ന നമ്മുടെ അക്കാദമിയുടെ മുൻവശം ആ രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും പ്രത്യേകിച്ച് വൈദ്യ കൃതികളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചിത്രങ്ങളെല്ലാം വരച്ചുകൊണ്ട് മനോഹരമാക്കിയിരിക്കുന്ന അവർക്ക് വൈദ്യുത അക്കാദമിയുടെ ഉപഹാരവും സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു ചടങ്ങ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ആ കലാകാരന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അത് ഏറ്റുവാങ്ങും. ആ കലാകാരന്മാരെ കൂടി സ്നേഹപൂർവ്വം ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇതിന് നേതൃത്വം നൽകിയത് നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള ശ്രീ രാഹുലാണ്. രാഹുലിനെ ഈ വേദിക്ക് വേണ്ടി സ്നേഹപൂർവ്വം, രാഹുലാണ് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തിയത്, രാഹുലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള നമ്മുടെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ഈ ആലാപന മത്സരത്തിന് നേതൃത്വം നൽകിയ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ, മലപ്പുറം വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ മനോജ് കുമാർ മാഷെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മനോജ് മാഷ് നേരത്തെ നമ്മുടെ കഴിഞ്ഞ വർഷമല്ല തൊട്ട് മുമ്പത്തെ വർഷം നടന്ന സംസ്ഥാനതല സ്കൂൾ കലോത്സവം വരെയുള്ള സബ് ജില്ല, അതുപോലെ തന്നെ ജില്ല, കാസർഗോഡ് നടന്ന സംസ്ഥാനതല കലോത്സവം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ അക്കാദമിയുടെ പവലിയൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിൽ നമ്മുടെ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മുടെ പരിപാടികൾ ചിട്ടപ്പെടുത്തിയിരുന്നത്. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മാഷുണ്ടായിരുന്നു. നമ്മുടെ ഉപജില്ലയിലും അതുപോലെ തന്നെ ജില്ലയിലുമെല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ വളരെയധികം സഹായമായി വർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. തുടർന്ന് നമ്മുടെ മാപ്പിള കലകളുടെ പിന്നെ നമ്മുടെ മാനുവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശീലനം നൽകുന്നതിൽ സംസ്ഥാനത്തെ മുഴുവൻ അധ്യാപകർക്കും ഇതിന്റെ പരിശീലനം ലഭിക്കുന്ന രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാമെന്നുള്ളതാണ് വൈദ്യുത അക്കാദമി വിചാരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പരിപാടികളിൽ സംബന്ധിക്കുന്നത് കൂടി സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വൈദ്യുത അക്കാദമിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ അംഗങ്ങളും, ശ്രീ ഫൈസൽ അടേക്ക് വൈദ്യുത അക്കാദമിയുടെ ജോയിന്റ് സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഔപചാരികതയ്ക്ക് വേണ്ടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വൈദ്യുത അക്കാദമിയുടെ മാപ്പിള കലാ പഠന കേന്ദ്രത്തിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ പക്കർ പന്നൂര്, പക്കർ മാഷാണ് മാപ്പിള കലാ പഠന പരിശീലന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട
കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഔപചാരികതയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പി അബ്ദുറഹ്മാൻ ഇന്ന് നമ്മുടെ വൈദ്യ അക്കാദമി അംഗമാണ്. പ്രാദേശികമായും അതുപോലെ തന്നെ നമുക്ക് വേണ്ട പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന വൈദ്യ അക്കാദമിയുടെ അംഗം കൂടിയായിട്ടുള്ള മുൻ കൗൺസിലർ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അക്കാദമിയുടെ അംഗമായിട്ടുള്ള അതുപോലെ തന്നെ ജില്ലാ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ബി അബ്ദുൽ ഹമീദ് മാഷെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വൈദ്യ അക്കാദമി അംഗവും അതുപോലെ തന്നെ ഗാന്ധിജി എല്ലാം സുപരിചിതനായിട്ടുള്ള ശ്രീ കാനേഷ് കുന്നൂരിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലേക്ക് വരേണ്ട ഒരാൾ കൂടിയുണ്ട്. വൈദ്യ അക്കാദമിയിൽ നടക്കുന്ന പഠന കേന്ദ്രത്തിന്റെ നമ്മുടെ രക്ഷാകർതൃ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന അഡ്വക്കേറ്റ് അഷ്റഫിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഷയും വരും. അഡ്വക്കേറ്റ് അഷ്റഫാണ് നമ്മുടെ നിലവിലുണ്ടായിരുന്ന നമ്മുടെ ഞായറാഴ്ചകളിലെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തിന്റെ നേതൃത്വമായിരുന്നു എല്ലാ സമയത്തും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ അധ്യക്ഷത അലങ്കരിക്കുന്നതിന് വേണ്ടി ശ്രീ വൈദ്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ പുലിക്കോട്ട് ലൈബ്രറിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും പ്രതികൂലമായ ഈ സാഹചര്യത്തിലും അക്കാദമിയോടുള്ള സ്നേഹത്തിൽ, പ്രത്യേകിച്ചും വൈദ്യരോടുള്ള പ്രണയത്തിൽ, മാപ്പിളപ്പാട്ടിനോടുള്ള സ്നേഹത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മാപ്പിള കലകളെയും മാപ്പിളപ്പാട്ടിനെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് ഇതിന്റെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി പുലിക്കോട്ടിൽ നിയന്ത്രിക്കുന്നതാണ് സ്നേഹപൂർവ്വം. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ആദരണീയനായ അക്കാദമിയുടെ ചെയർമാൻ ഹുസൈൻ രണ്ടത്താണി മാഷ്, മറ്റ് വേദിയിലിരിക്കുന്ന അക്കാദമിയുടെ മുതിർന്ന അംഗങ്ങൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഇവിടെ നടക്കാൻ പോകുന്ന സമ്മാനദാന പ്രോഗ്രാമിൽ സമ്മാനം ഏറ്റുവാങ്ങാൻ വന്ന പ്രിയമുള്ളവർ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. 2016 നവംബർ ആദ്യവാരത്തിലാണ് ഞങ്ങൾ ഈ ഭരണസമിതി ഏറ്റെടുക്കുന്നത്. ഏകദേശം 4 വർഷത്തോളം പിന്നിട്ടു. ഈ 4 വർഷം കൊണ്ട് നമ്മുടെ സെക്രട്ടറിയോട് ഞങ്ങൾ വികസനമൊക്കെ പ്രതിപാദിച്ചു സ്വാഗത പ്രസംഗത്തിൽ. എങ്കിലും മറ്റ് ഭരണസമിതികൾ നടത്തിയതിനേക്കാളും വളരെ വ്യത്യസ്തമായ വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ 4 വർഷം കൊണ്ട് വൈദ്യ അക്കാദമി കാഴ്ചവെച്ചത്. അതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ചരിത്ര മ്യൂസിയം ഞങ്ങളുടെ ഈ കാലയളവിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ 4K തിയേറ്റർ നിങ്ങൾക്കറിയാം. താഴെ എല്ലാ നമ്മൾ പുറത്ത് കാണുന്ന സിനിമകൾ കാണാൻ പോകുന്ന മിനി തിയേറ്ററുകൾ ഉണ്ടല്ലോ, അതിലൊക്കെ എല്ലാ സൗണ്ട് സിസ്റ്റമൊക്കെ ആയിട്ട് തിയേറ്ററിൽ നിന്ന് സിനിമ കാണണം. അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് അറിയുള്ളൂ. അതുപോലെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഓഡിയോ CD റെക്കോർഡ് ചെയ്യാറുണ്ട്. പുറത്തുനിന്നും ഞങ്ങൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ അക്കാഡമിക്ക് വേണ്ടിയിട്ട് 2-3 CD ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേമാതിരി ഞങ്ങളുടെ ഇപ്പോൾ പുതിയ മാപ്പിളപ്പാട്ട് കോഴ്സുകൾക്കായിട്ടൊരു പഠന കേന്ദ്രം ഇപ്പോൾ തൊട്ടടുത്ത ബിൽഡിംഗ് തന്നെ വരുന്നുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ഈ 4 വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പല ഭാഗത്തുനിന്നും വന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങളെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് പ്രധാനമായിട്ടും ഞങ്ങൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഏപ്രിൽ മുതൽ പല ഓൺലൈൻ മത്സരങ്ങൾ നടത്തിയിരുന്നു.
അതിലെ വിധികർത്താക്കൾക്കുള്ള സമ്മാനദാനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത്. അതിൽ വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ അക്കാഡമിയുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ ഫൈസൽ മാഷ് ഒരു ക്വിസ് മത്സരം നടത്തിയിരുന്നു മാപ്പിളപ്പാട്ടിനെ കുറിച്ച്. എല്ലാ തലത്തിൽ നിന്നും ആ പ്രോഗ്രാമിനെ കുറിച്ച് വളരെ അഭിപ്രായങ്ങൾ വന്നു. എല്ലാവർക്കും കൂടുതൽ മാപ്പിളപ്പാട്ടിനെ കുറിച്ചും മാപ്പിളപ്പാട്ടിൻ്റെ ഉള്ളടക്കത്തെ കുറിച്ചൊക്കെ കംപ്ലീറ്റ് മനസ്സിലാവാത്തവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ചോദ്യങ്ങളും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമായി. പിന്നെ രണ്ടാമത് മലയാള സിനിമയും മാപ്പിളപ്പാട്ടുകളും എന്ന ഒരു പ്രോഗ്രാം ഞാൻ തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് എന്നെ പലരും വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി. പക്ഷെ എന്നെ അതിൽ അത്ഭുതപ്പെടുത്തിയത് ആദ്യത്തെ ചോയ്സ് 1 മണിക്കൂറാണെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അരമണിക്കൂറായി, മൂന്നാം ഘട്ടത്തിൽ 15 മിനിറ്റ്. അതിൽ പങ്കെടുത്ത ഫൈനലിലേക്ക് വരുമ്പോൾ 10 or 20 പേര് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും 15 മിനിറ്റ് കൊണ്ട് 6 or 7 ശരി ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പങ്കെടുക്കുന്നവർ വളരെ അവസാനത്തേക്ക് കുറച്ച് ടൈറ്റായിട്ട് കൊണ്ടുവന്നിരുന്നു ആ മത്സരം, വിഷ്വൽ കാണിച്ചുകൊണ്ടും BGM കാണിച്ചുകൊണ്ടും. പക്ഷേ അവർ നല്ല ശതമാനം ആൾക്കാർ ശരി ഉത്തരം എഴുതി വന്നപ്പോൾ എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ ഈ കുട്ടിക്കാലം മുതലേ മലയാള സിനിമയായിട്ടൊക്കെ കുറേ ബന്ധമുള്ള ഒരാളാണ്. പാട്ടുകളാണെങ്കിലും സിനിമ വീഡിയോകളാണെങ്കിലും. കാരണം ചെറുപ്പകാലത്ത് തന്നെ മലയാള സിനിമയിലെ ഒരു 10-700ഓളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസിൻ്റെ നൈറ്റ് പ്രിന്റ് ഞാൻ പോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ക്രൈസായിരുന്നു പാട്ടുകൾക്ക് പുറമെ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കണ്ടാണ് ഓരോ രംഗങ്ങളൊക്കെ നമ്മൾ അതിൽ ചോദ്യമായിട്ട് ചോദിച്ചിരുന്നത്. അതിൽ പങ്കെടുത്തവർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് അവർ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ റിസൾട്ട് വന്നിട്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ അതിൽ സമ്മാനാർഹമായ 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം നേടിയവർക്കും അതുപോലെ പ്രോത്സാഹന സമ്മാനം നേടിയ എല്ലാവരെയും ഞാൻ ഈ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുകയാണ്. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ആദരണീയനായ ചെയർമാൻ രണ്ടത്തണി മാഷ് ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന വൈദ്യർ അക്കാദമിയുടെ പ്രഗത്ഭരായ അംഗങ്ങളെ, അതിഥികളായി എത്തിയവരെ, സമ്മാനം വാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളവരെ, സഹോദരന്മാർ, മഹാകവി മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ സെക്രട്ടറി ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് വിപുലമായ പ്രവർത്തനങ്ങളാണ് അക്കാദമിയുടെ കീഴിൽ നടത്തിയത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലനും താല്പര്യമെടുത്തുകൊണ്ട് തന്നെ മാപ്പിള കല അക്കാദമിക്ക് എല്ലാ ജില്ലകളിലും ആസ്ഥാനങ്ങൾ വേണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നേരിട്ടും അല്ലാതെയും ഉള്ള ആസ്ഥാനങ്ങൾ ഉണ്ടാകണമെന്നാണ് സാംസ്കാരിക വകുപ്പിന് നിർദ്ദേശമുണ്ടായിരുന്നത്. അതിൻ്റെ നേരിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്താനും തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നാദാപുരത്ത് ഒരു ഉപകേന്ദ്രം തുടങ്ങിയത്. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ പേരിലുള്ള ഉപകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ. അതുപോലെ തിരുവനന്തപുരത്തും മറ്റ് ജില്ലകളിലും അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഈ മാപ്പിളപ്പാട്ട് കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോ മാത്രം ഒതുങ്ങുന്നതല്ല എന്നുള്ളതിന് കഴിഞ്ഞ കാലത്ത് ഏതാനും വർഷങ്ങളിലായി ഈ ഒരു കേന്ദ്രവുമായിട്ട് അക്കാദമിയുമായിട്ട് സഹകരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഇവിടെ പഠിക്കാൻ വരുന്ന, ഗവേഷണത്തിന് വരുന്ന വിദ്യാർത്ഥികളിൽ
അത് ജാതിക്കും മതത്തിനും രാജ്യങ്ങൾക്കും അപ്പുറമുള്ള ആളുകളാണ്. ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റി, ലണ്ടൻ യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ഫിലാഡൽഫിയ തുടങ്ങിയ പല പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഈ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് എന്താണ് ഇത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ സ്വാധീനം അവിടങ്ങളിലൊക്കെ ഉണ്ടായത് കൊണ്ടാണല്ലോ. അപ്പോൾ ഇവിടെയുള്ള മത്സരത്തിൽ വരെ അത് മലയാളികളാണെങ്കിലും അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കാൻ തുടങ്ങി. ഒരുപക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യയം നമ്മുടെ ഫൈസൽ മാഷൊക്കെ ഉണ്ടാവും. നമ്മുടെ പട്ടുറുമാൽ പരിപാടി കൈരളിയിൽ തുടങ്ങിയതിന് ശേഷം രാജ്യമെമ്പാടും ലോകമെമ്പാടും ഒരു ഏറ്റവും വലിയ ആകർഷണീയമായ ഒരു പരിപാടിയായി പട്ടുറുമാൽ മാറുകയും ഓരോ ചാനലുകാരും പല പേരുകളിലായിട്ട് മാപ്പിളപ്പാട്ട് വേദികൾ സംഘടിപ്പിക്കുകയും ഇതൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഇവിടെ അതിനുള്ള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, മാപ്പിള കലകളെ കുറിച്ച് ഇവിടെ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എപ്പോഴും സജീവമായിട്ടുള്ള ഒരു കേന്ദ്രമാണ് അക്കാഡമി. അതിനുവേണ്ടി ബക്കർമാഷെ പോലുള്ള ആളുകൾ എല്ലാ സമയവും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പമാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ പ്രവർത്തനം. മ്യൂസിയം അത് 2ാം ഘട്ടത്തിലേക്ക് വരികയാണ്. അത് ഇന്ന് തുറന്നിട്ടില്ല. മ്യൂസിയം തുറന്നിട്ടുണ്ടോ? കാണാൻ പറ്റുമോ? ശരി, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നൊരിക്കൽ വന്ന് അത് കാണാം. അതുപോലെ പുസ്തകങ്ങൾ, ഇങ്ങനെ ഒരുപാട് വലിയ പദ്ധതികൾ, പരിപാടികൾ ഈ മാപ്പിള സാഹിത്യത്തെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപക്ഷെ കേരളീയരായ ആളുകൾക്ക് പാടാൻ മാത്രമേ താല്പര്യമുള്ളൂ. നല്ല പാട്ടുകാരായിട്ട് നമ്മുടെ ആളുകളുണ്ട്. പക്ഷെ എന്താണ് മാപ്പിളപ്പാട്ട് എന്ന് ചോദിച്ചാൽ പലർക്കും പറയാൻ പറ്റാറില്ല. എന്താണ് ഈ സാഹിത്യത്തെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റുന്നില്ല. അത് പഠിക്കുന്നത് പുറത്തുള്ള ആളുകളാണ്. നമ്മൾ പാടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഓൺലൈൻ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയ പരിപാടികൾ ബാഹുല്യം നിറഞ്ഞ പരിപാടിയാണ്. ഇഷ്ടംപോലെ ആളുകൾ, ഒരുപക്ഷെ ഇവിടെ വെച്ച് നടത്തുന്ന പരിപാടികളെക്കാൾ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. നമ്മുടെ വൈസ് ചെയർമാനൊക്കെ അത് അത്ഭുതത്തോടു കൂടി തന്നെയാണ് കണ്ടത്, ഇന്ന് എത്രയും ആളുകൾ ഇതിലേക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ സാംസ്കാരിക വകുപ്പ്, പ്രത്യേകിച്ചും ഇതിന് നമുക്ക് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നത് മന്ത്രി AK ബാലൻ സാറിനോടാണ്. ബാലൻ സാർ, അദ്ദേഹം ഈ മാപ്പിള സാഹിത്യമായിട്ട് കുറച്ചൊക്കെ ബന്ധമുള്ള ആളുകൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ സന്ദർശിക്കുകയും ഇതിന് വേണ്ട ഫണ്ടുകളും മറ്റും നമുക്ക് തരികയും ചെയ്തു. പക്ഷെ എന്തായാലും അതിനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടായി. അപ്പോൾ ഇന്ന് ഈ പാട്ടുകൾ നമുക്കറിയാം, നാടൻപാട്ടുകളായാലും മാപ്പിളപ്പാട്ടുകളായാലും ഈ മനുഷ്യർ തമ്മിലുള്ള കലഹങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് എത്ര ശത്രുവാണെങ്കിലും എത്ര അടിപിടി കൂടുന്ന ആളാണെങ്കിലും അപ്പോൾ നിന്നു പോകും. പാട്ടിന് അത്രയും വലിയൊരു മാസ്മരിക ശക്തിയുണ്ട്. പ്രത്യേകിച്ചും നാടൻ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും ഒക്കെ സാധാരണക്കാർക്കിടയിലുള്ള പാട്ടുകളാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളത് കേട്ടുപോകുന്നു, നമ്മളുടെ മനസ്സിന്റെ പിരിമുറുക്കങ്ങളായിരുന്നു. തീർച്ചയായിട്ടും കോവിഡ് കാലത്ത് ഇത്രയധികം ഇത് ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. കാരണം നമ്മൾ മനസ്സ് മടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പാട്ട് പാടുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക, ഇത് വലിയ മാറ്റങ്ങൾ മനസ്സിന് ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും വീട്ടിൻ്റെ അകത്തും ഒക്കെ പാട്ടുപാടി തന്നെ ഇരിക്കുകയായിരുന്നു. ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ ഈ കോവിഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുകയുള്ളൂ. കോവിഡിനെ കുറിച്ച് മാപ്പിളപ്പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. മറ്റ് മേഖലകളിൽ ഇത്ര പാട്ടുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കോവിഡിനെ കുറിച്ച് പാടിയത് മാപ്പിളപ്പാട്ടുകാരാണ്. അതോടൊപ്പം തന്നെ പുതിയ ആളുകൾ പാട്ടുകാരായിട്ട് വന്നു. ഇന്നലെ വരെ കേൾക്കാത്ത ആളുകള് 4 വരി കോവിഡിനെ കുറിച്ച് പാട്ടുണ്ടാക്കി അവരാണ്ട് പാടാൻ തുടങ്ങിയപ്പോൾ അവർ വലിയ വലിയ ആളുകളായി. പിന്നെ അവരെ ആദരിക്കാൻ തുടങ്ങി, പിന്നെ അവരെ വിളിച്ചു വരുത്തി അവാർഡുകൾ കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വിഷയം കിട്ടിയാൽ പ്രത്യേകിച്ച് മാപ്പിള പാട്ടുകളിൽ ഒരിക്കലും പിശുക്കാറില്ല. അത് ഏത് മരണം തന്നെയായാലും അതിനെയൊക്കെ ഒന്ന് സാന്ത്വനപ്പെടുത്തി, ഒരാൾ മരിച്ചാൽ എത്ര പാട്ടുകളാണ് ഉണ്ടാവുന്നത്, അത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളതിൽ ഇല്ല എന്നെല്ലാം പറയുന്നു. എന്തോ എനിക്കറിയില്ല, ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കാണുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടായാൽ അതിനെക്കുറിച്ച് പാട്ടാണ്. അതുപോലെ വെറുതെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അതിനെക്കുറിച്ച് പാട്ടാണ്. ഒരു പക്ഷേ
എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ പരിശോധനയിൽ ഞാൻ കാണുന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ മലബാർ ഭാഗത്ത് നടന്ന എല്ലാ സംഭവങ്ങളും മാപ്പിളപ്പാട്ടിലുണ്ട്. ഇന്ന് പലതിൽ എഴുതപ്പെടാത്തത് കൊണ്ട് ഈ പാട്ടുകളിലൂടെയാണ് നിലനിൽക്കുന്നത്. വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ള വലിയ ഒരു പരിപാടി തന്നെ നമ്മൾ നടത്തുകയുണ്ടായി. വെള്ളപ്പൊക്ക മാല പ്രസിദ്ധീകരിച്ചു, അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് സീഡുകൾ പ്രസിദ്ധീകരിച്ചു. അതുപോലെയാണ് വരൾച്ച ഉണ്ടായാലും മറ്റ് സംഘർഷങ്ങൾ ഉണ്ടായാലും നല്ലതുണ്ടായാലും എല്ലാ സംഭവങ്ങളും. ഇപ്പോൾ മലബാർ സമരം ഇപ്പോൾ അതിൻ്റെ 100ാം വാർഷികമാണ്. മലബാർ സമരം ഒരുപാട് ആളുകൾ, 10,000-കണക്കിന് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾ ജീവൻ കൊടുത്ത, അല്ലെങ്കിൽ അവരെ വെട്ടിക്കൊന്ന, മാനഭംഗപ്പെടുത്തിയ, രക്തം ചൊരിഞ്ഞ ആ വലിയ മഹാസമരത്തെക്കുറിച്ച് ഒരുപാട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ മത്സരങ്ങൾ നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാനും ഇഷ്ടംപോലെ ആളുകളുണ്ടായി. അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിച്ചു. ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ചരിത്രത്തെ സമ്പന്നമാക്കാനും സാഹിത്യത്തെ സമ്പന്നമാക്കാനും ഈ പാട്ടുകൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഈ നൂറ്റാണ്ടും ഈ മാപ്പിളപ്പാട്ടുകളുടെ പരിപോഷണത്തിനുള്ളതാണ്. നമുക്ക് വീണ്ടും ഇങ്ങനെ സർക്കാർ തലത്തിൽ ഇതിൻ്റെ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കഴിയുന്ന എല്ലാ ജില്ലകളിലും ഇതിൻ്റെ കേന്ദ്രങ്ങൾ വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങോട്ട് തേടി പോരേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. അവരവർക്ക് അവരുടെ ജില്ലാ ആസ്ഥാനങ്ങളിലോ ജില്ലകളിലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഇതിനുള്ള മാർഗങ്ങൾ ഉണ്ടാകും. പലരും ഇത് പ്രഖ്യാപിച്ചപ്പോൾ പല ജില്ലയിൽ നിന്നുമുള്ള ആളുകൾ ഞങ്ങൾ തുടങ്ങാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ തന്നെ ഇതിൻ്റെ ശ്രമങ്ങൾ എല്ലായിടത്തും എത്തിക്കാൻ കഴിയും. അതോടുകൂടിയാണ് റസാഖ് പറഞ്ഞതുപോലെയുള്ള മാപ്പിളപ്പാട്ടുകളുടെ ശേഖരണം. മാപ്പിളപ്പാട്ടുകളുടെ ശേഖരണം നമ്മൾ എത്ര ആയിരക്കണക്കിനുള്ള ശേഖരണം നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനിയും എത്രയോ കിടക്കുകയാണ്, എത്രയോ ആളുകൾ ഇനിയും കിട്ടാനുണ്ട്. അപ്പം അതിനെക്കുറിച്ച് വലിയ ഒരു അന്വേഷണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഫൈസൽ മാഷോട് ചോദിക്കും, പണ്ട് ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്ന കുറ്റിപ്പിലാൻ എന്ന് പറയുന്ന ആദ്യത്തെ റെക്കോർഡ് ചെയ്ത ആളാണ് കുറ്റിപ്പിലാൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ട് കിട്ടും ചോദിച്ചപ്പോൾ അതൊന്നും ഇപ്പോൾ വന്നിട്ടില്ല, പക്ഷെ അതും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പാട്ടുകളുടെ ശേഖരം എല്ലാം കൂടി ആയാൽ മാപ്പിളക്കല അക്കാദമി എന്തിനാണോ ഉണ്ടാക്കിയത് ആ ദൗത്യം പൂർത്തിയാകും. ആ ദൗത്യം ഇനി മറ്റു മേഖലകളിലേക്ക് പ്രസരിക്കുകയാണ്, മറ്റു മേഖലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് എല്ലാവരുടെയും പിന്തുണയാണ് ആവശ്യം. ഇത് നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യത്തിൻ്റെ, സമൃദ്ധിയുടെ, സൗഹാർദ്ദത്തിൻ്റെ, മൈത്രിയുടെ വിളനിലമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു മാപ്പിളപ്പാട്ടും അതിൻ്റെ കേന്ദ്രമായി പരിരക്ഷിക്കുന്ന മാപ്പിളകല അക്കാദമി. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകമായും നമ്മൾ ഓർക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ബീജാവാപ്പം നൽകുന്നതിന് കാരണക്കാരനായ മോയിൻകുട്ടി വൈദ്യർ ആണ്. മോയിൻകുട്ടി വൈദ്യരുടെ കേന്ദ്രമാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന നാടാണ്. കുറച്ചു കാലം മാത്രം, 50 വർഷങ്ങൾക്ക് താഴെ മാത്രം അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും വലിയ സംഭാവന നമ്മുടെ കൈരളിക്ക് ലോകത്തിന് നൽകിയ ആ മഹാമനുഷ്യയെ ഓർത്തുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി. അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന ഓരോ പരിപാടിയുടെ മുമ്പിലും നമ്മൾ മോയിൻകുട്ടി വൈദ്യരുടെ ഗാനങ്ങളിൽ നിന്ന് ഒന്ന് പാടിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് അവരാണ്. അതോടൊപ്പം ഈ 2 ഭാഗത്തും നിങ്ങൾ വെച്ചിരിക്കുന്ന ഫോട്ടോകൾ കണ്ടില്ലേ, ഇവരൊക്കെ ഈ സാംസ്കാരിക ഈ മുഹൂർത്തത്തെ ധന്യമാക്കി കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോയ ആളുകളാണ്. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിനു വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായം, അതോടൊപ്പം തന്നെ ഇത് മത്സരവിജയിക്കുള്ള സമ്മാനദാനം, സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് വിളംബരം, എല്ലാ പരിപാടികളും നടക്കുകയാണ്. എല്ലാറ്റിൻ്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ ഓഫ് മാപ്പിള ആർട്സിന്റെ വിളംബരമാണ്. ആ വിളംബരം ബഹുമാനായ നമ്മുടെ ചെയർമാൻ നിർവഹിക്കും. അതിനുവേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ വിളംബരമാണ് നടക്കുന്നത്. അത് ഞാൻ വായിക്കുകയാണ്. സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമി സംരംഭം. 1999 മുഖ്യമന്ത്രി സഖാവ് E.K. നായനാർ ഉദ്ഘാടനം ചെയ്ത കുണ്ടോട്ടിയിലെ മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകം 2013 മുതൽ മാപ്പിളകല അക്കാദമിയാണ്. 2016 ചുമതലയേറ്റ നിലവിലുള്ള മാപ്പിളകല അക്കാദമി ഭാരവാഹികൾ ഇതിൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തുകയും വിവിധ ജില്ലകളിൽ വൈദ്യർ മഹോത്സവം ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും വൈദ്യർ അക്കാദമിക്ക് സംസ്ഥാനത്തെ ആദ്യ ഉപകേന്ദ്രം നാദാപുരത്ത് 2018 ആരംഭിക്കുകയും ചെയ്തു.
എല്ലാ ജില്ലകളിലും സംസ്ഥാനത്തിന് പുറത്തും മാപ്പിളകലാ അക്കാദമിയുടെ സാന്നിധ്യം ഉറപ്പാക്കലാണ് അടുത്ത ലക്ഷ്യം. ബഹുജന സഹകരണത്തോടെ അത് സാധ്യമാക്കുകയാണ്. മാപ്പിളപ്പാട്ട്, മാപ്പിളക്കലകൾ എന്നിവയുടെ പരിശീലനം സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി ആരംഭിക്കുന്ന പുതിയ സംരംഭമായ സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് 2021 ഏപ്രിൽ 10 ഇവിടെ വിളംബരം ചെയ്യുന്നു. നന്ദി. നമ്മൾ നമ്മുടെ മ്യൂസിക്കൽ ആർക്കൈവ്സിലേക്ക് മാപ്പിളപ്പാട്ടുകൾ ശേഖരിക്കാൻ സഹായിച്ചവർക്കുള്ള ആദര സമർപ്പണമാണ്. ആദര സമർപ്പണം നടത്തുന്നത് വൈദ്യർ അക്കാദമിയുടെ ബഹുമാനപ്പെട്ട ചെയർമാനാണ്. ആദരം ഏറ്റുവാങ്ങുവാൻ 3 പേരാണ് വരേണ്ടിയിരുന്നത്. ആലുവയിലുള്ള ശ്രീ അബൂബക്കർ, അതുപോലെ തന്നെ അബ്ദുൾ റഹീം കുന്നത്തേരി ആലുവ, ഇവിടെ മാഹിം ചിറയിലാൻ പെരുമ്പാവൂർ. മറ്റൊരാൾ അബൂബക്കർ യാത്രയിലാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അദ്ദേഹം ഇന്റർസിറ്റിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന മാഹിം ചിറയിലാനെ ആദരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ചെയർമാനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ മാഹിം ചിറയിലാനെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഉപഹാരവും അതുപോലെ തന്നെ അക്കാദമിയുടെ ഒരു സാക്ഷ്യപത്രവുമാണ് വിതരണം നടത്തുന്നത്. അടുത്തതായി നമ്മുടെ ചിത്രശില ക്യാമ്പിൽ പങ്കെടുത്ത ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ വേദിയിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷംലത്ത് പുളിക്കൽ, അബ്ദുൾ അസീസ് EM, അനീഷ് കവളമുക്കട്ട, ബിബിൻ KP, സുമിത OK, അനൂപ് KP, ഷനോജ് PC, സുഭാഷ് ചാലിൻ, മുഹമ്മദ് ഇർഷാദ് P, അനഘ AR. ശ്രീ രാഹുൽ വേദിയിലുണ്ട്. ഇവർ ഈ കലാകാരന്മാർ നമ്മുടെ വേദിയിലൊന്ന് വന്ന് നിരന്നു നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഓരോ വിഭാഗത്തിൻ്റെതും ഈ രീതിയിൽ ക്രമീകരിക്കുന്നത്. നമ്മൾ 10 മണി മുതൽ 11:30 മണി വരെ എന്നുള്ള രീതിയിലാണ് ഈ പരിപാടി ക്രമീകരിച്ചത്. രാഹുൽ ജില്ലാ കോർഡിനേറ്റർ ആണ് ഇതിന്റെ. അദ്ദേഹം ജില്ലാ കോർഡിനേറ്റർ രാഹുൽ സർട്ടിഫിക്കറ്റും ഉപഹാരവും ഏറ്റുവാങ്ങി. അടുത്തത് ബിബിൻ KB. അടുത്തത് അബൂബക്കർ വേദിയിലേക്ക് വരണം സ്നേഹപൂർവ്വം. അബൂബക്കർ ആലുവ, നമ്മുടെ മാപ്പിളപ്പാട്ട് നമ്മുടെ മ്യൂസിക്കൽ ആർക്കൈവ്സിലേക്ക് പാട്ടുകൾ നൽകിയ ശ്രീ അബൂബക്കർ ആലുവയാണ് വരുന്നത്. ശ്രീ അബ്ദുൾ അസീസ് EM, അടുത്ത അനീഷ് കവളമുക്കട്ട, സുമിത OK, ഷംലത്ത് പുളിക്കൽ, ഷനോജ് PC, ഷനോജായിരുന്നു നമ്മുടെ ഈ ക്യാമ്പിന് നേതൃത്വം നൽകിയിരുന്നത്. അനൂപ് KP,
മുഹമ്മദ് ഇർഷാദ് മുക്കം, സുഭാഷ് ചാരി കോട്ടക്കൽ, അനഘാത്തിയിലെ അടുത്തതായി നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചടങ്ങിന്റെ ഒരു തുടർച്ചയാണ്. മാപ്പിളപ്പാട്ട് ആർക്കൈവ്സിലേക്ക്, മ്യൂസിക്കൽ ആർക്കൈവ്സിലേക്ക് പാട്ടുകൾ നൽകി സഹായിച്ചവരെ ആദരിക്കുന്ന ചടങ്ങിൽ അബൂബക്കർ ആലുവയെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം അബൂബക്കർ ആലുവ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. ഓരോ ദിവസവും പഴയ കാലത്തെ പാട്ടുകൾ നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കർ ആലുവ. അടുത്തതായി നമ്മുടെ വിവിധ മത്സരങ്ങളിൽ, ഓൺലൈൻ മത്സരങ്ങൾ ഉൾപ്പെടെ വിവിധ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചവരെയാണ് ആദ്യമായിട്ട് വേദിയിലേക്ക് വിളിക്കുന്നത്. അവരെല്ലാവരും ഈ പേര് വിളിക്കുമ്പോൾ തന്നെ വേദിയിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാപ്പിളപ്പാട്ട് രചനാ മത്സരം നസറുദ്ദീൻ മണ്ണാർക്കാട് ഇവിടെ ഉണ്ടെങ്കിൽ വേദിയിലേക്ക് കയറി വരണം. ഓക്കെ, അദ്ദേഹത്തിന്റെ പിതാവാണ് എത്തിയിരിക്കുന്നത്. നസറുദ്ദീൻ ദുബായിൽ നിന്നുകൊണ്ടാണ് ഈ പരിപാടി പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ പിതാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വേദിയിൽ നിൽക്കാൻ നമ്മള് അടുത്തത് ചെറിയമുണ്ടം അബ്ദുൾ റസാഖ്, എല്ലാവരും വിളിക്കും. പിന്നെ നിത ഇഷ്ന വേദിയിലേക്ക് വരിക. അനാമിക സിത്തു, അജ്മൽ മലപ്പുറം, സിദ്ദീഖ് കെ എ പെരുമ്പാവൂർ, ഷംനാദ് പട്ടപ്പുറം, ഇത്രയും പേര് വേദിയിലേക്ക് കയറി വരിക. ആദ്യമായിട്ട് പേര് വിളിക്കുന്നു. നസറുദ്ദീൻ മണ്ണാർക്കാടിന് വേണ്ടി പിതാവ് സമ്മാനം ഏറ്റുവാങ്ങുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മാപ്പിളപ്പാട്ട് രചനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനമാണ്. ചെറിയ നിത ഇഷ്ന മാപ്പിളപ്പാട്ട് ആലാപനത്തിലാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. അനാമിക എത്തിയിട്ടില്ല, പരീക്ഷ ആയതുകൊണ്ട്. അജ്മൽ മലപ്പുറം, അജ്മൽ എത്തിയില്ല. അടുത്തത് സിദ്ദീഖ് കെ എ പെരുമ്പാവൂർ. മാപ്പിളപ്പാട്ട് ആലാപന മത്സരത്തിൽ, ഓൺലൈൻ ആലാപന മത്സരത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള പെരുമ്പാവൂർ ആലാപന ഒന്നാം സ്ഥാനം. പിന്നെ നമ്മുടെ മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ, വൈദ്യ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ ഒന്നാം സ്ഥാനം നേടിയ ഷംനാദ് പട്ടപ്പുറം. മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ ഒന്നാം സ്ഥാനം നേടിയ ഷംനാദ് പട്ടപ്പുറം. ഷംനാദ് പട്ടപ്പുറമാണ് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ ഒന്നാം സ്ഥാനം നേടിയത്. അദ്ദേഹത്തിനുള്ള സമ്മാനമാണ് നൽകിയത്. അടുത്തത് രണ്ടാം സ്ഥാനം, വിവിധ മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനം നേടിയവരാണ് ക്ഷമിക്കണം, ഒന്നാം സ്ഥാനം ചിലത് കൂടി കൊടുക്കാനുണ്ട്. ഹഫ്ന ഫർഹ കയറി വരിക സ്റ്റേജിലേക്ക്. നന്ദിത, ജസ്ന മോൾ, മുഹമ്മദ് ഷെരീഫ് കാപ്പ്, ദിയ ഷെരീഫ്, ഇത്രയും പേര് സദസ്സിലുണ്ടെങ്കിൽ കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി അഫ്ന ഫർഹ്, വൈദ്യ മഹോത്സവം 2021 നമ്മുടെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മത്സരത്തിൽ UP വിഭാഗം ഒന്നാം സ്ഥാനമാണ് അഫ്ന ഫർഹ് നേടിയിട്ടുള്ളത്. അടുത്തത് നന്ദിത നമ്മുടെ വിദ്യാരംഗ കലാസാഹിത്യ വേദിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഓൺലൈൻ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനമാണ്.
ഹൈസ്കൂൾ വിഭാഗമാണ് ഒന്നാം സ്ഥാനം. അടുത്തത് ജസ്ന മോൾ MK, മാപ്പിളപ്പാട്ട് ആലാപനം ഒന്നുണ്ട്. അധ്യാപക വിഭാഗം മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ജസ്ന മോൾ MK. പിന്നെ ഒറ്റ ചോദ്യം മാപ്പിളപ്പാട്ടും മലയാള സിനിമയും പ്രശ്നോത്തരിയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള മുഹമ്മദ് ഷെരീഫ് കാപ്പ്. മുഹമ്മദ് ഷെരീഫ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പിന്നെ ദിയ ഷെരീഫ് 3 ചോദ്യം 3 ഉത്തരം എന്ന പ്രശ്നോത്തരിയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള ദിയ ഷെരീഫ്. ഒന്നാം സ്ഥാനം പൂർണ്ണമായി. രണ്ടാം സ്ഥാനമാണ് ജാഫർ സാദിഖ് ബുഖാരി, ഫൈസൽ കന്മനം, മുഹമ്മദ് അഷ്റഫ് KC, ഹഫ്ന ഫർഹ, മിന മെഹർ, സുൽഫ KT, ജിതേന്ദ്ര K വർമ്മ, അദീബ PN, നന്ദന T, അർഷ DS, ഫാത്തിമ MP. ഇത്രയും പേര് വേദിയിലേക്ക് കയറി വരിക. മാപ്പിളപ്പാട്ട് രചന യുവജന വിഭാഗം രണ്ടാം സ്ഥാനം ജാഫർ സാദിഖ് ബുഖാരി. ഒരു അറിയിപ്പ് കൂടിയുണ്ട്. ഒന്നാം സ്ഥാനം ലഭിച്ചവർ ആ സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ട് അവർക്കൊരു പുസ്തകം കൂടി ഉപഹാരമുണ്ട്, അതുകൂടി വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാം സ്ഥാനം ലഭിച്ചവർ അവർക്കൊരു പുസ്തകം കൂടി ഉപഹാരമായിട്ടുണ്ട്. പുസ്തകവും അക്കാദമി പുറത്തിറക്കിയിട്ടുള്ള വെള്ളപ്പൊക്കമാല എന്ന ഓഡിയോ CD ചേർത്ത് ഉപഹാരവും കൂടിയുണ്ട്. അത് ആ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് വാങ്ങാവുന്നതാണ് ഒന്നാം സ്ഥാനക്കാർക്ക്. രണ്ടാം സ്ഥാനം ആണ് വിതരണം നടത്തുന്നത് ശ്രീ ഫൈസൽ കന്മനം, മാപ്പിളപ്പാട്ട് രചന പൊതുവിഭാഗം രണ്ടാം സ്ഥാനം. ഫൈസൽ കന്മനത്തിനുള്ള ഒരു പ്രത്യേകത, മറ്റൊരു സവിശേഷത കൂടി അക്കാദമിക്കുണ്ട്. സ്കൂൾ ഓഫ് മാപ്പിള ആർട്സിന്റെ ലോഗോ ഡിസൈൻ ചെയ്തത് ശ്രീ ഫൈസൽ കന്മനമാണ് എന്ന സന്തോഷ വാർത്ത കൂടി ഈ സദസ്സിനെ അറിയിക്കുകയാണ്. അദ്ദേഹം മാപ്പിളപ്പാട്ട് പാടുകയും എഴുതുകയും ഒപ്പം വരയ്ക്കുകയും ചെയ്യുന്ന നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് എന്ന് അറിയിക്കുന്നതിൽ കൂടി അക്കാദമിക്ക് അതിയായ സന്തോഷമുണ്ട്. ശ്രീ ഫൈസൽ കന്മനം തിരൂർ സ്വദേശിയാണ്. അടുത്തത് മുഹമ്മദ് അഷ്റഫ് KC, COVID-19 ഓൺലൈൻ മത്സരത്തിൽ മാപ്പിളപ്പാട്ട് രചനാ വിഭാഗത്തിൽ പൊതുവിഭാഗം രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ള ശ്രീ അസഫ് KC. അദ്ദേഹം അഭിഭാഷകനാണ്, ഒപ്പം ഒരു പാട്ടെഴുത്തുകാരൻ കൂടിയാണ് എന്ന് തെളിയിക്കുകയാണ്. അക്കാദമിയുടെ അധ്യാപക നമ്മുടെ രക്ഷാകർതൃ വിഭാഗത്തിന് ചുമതല കൂടി വഹിക്കുന്ന ആളാണ്. അഡ്വക്കേറ്റ് KC അഷ്റഫ്. അടുത്തത് ഹഫ്ന ഫർഹ കാരക്കോട്, മാപ്പിളപ്പാട്ട് ആലാപനം ബാല്യ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം. ഓൺലൈൻ മത്സരമാണ്. അടുത്തത് മിന മെഹർ P. മിന മെഹർ വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂ. മിന മെഹറിനുള്ളത് റഹീനായിട്ട് വന്നു. അടുത്തത് സുൽഫ KT. സുൽഫ KT വന്നിട്ടില്ല. അടുത്തത് ജിതേന്ദ്ര K വർമ്മ. ജിതേന്ദ്ര K വർമ്മ തൃശൂർ സ്വദേശിയാണ്. ഓൺലൈൻ മത്സരം മാപ്പിളപ്പാട്ട് ആലാപന മത്സരത്തിൽ പൊതുവിഭാഗം രണ്ടാം സ്ഥാനമാണ്. അദീബ PN മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോയിൽ രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ള അദീബ. അടുത്തത് നമ്മുടെ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയായിട്ട് സഹകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരിപാടിയുടെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗം രണ്ടാം സ്ഥാനമാണ് അർഷ DS. നന്ദന T. രണ്ടാം സ്ഥാനം UP വിഭാഗം
നന്ദന UP വിഭാഗമാണ് ആദ്യം കൊടുക്കുന്നത്. നന്ദന. അർഷ DS മാപ്പിളപ്പാട്ട് ആലാപനം ഹൈസ്കൂൾ വിഭാഗം 2ാം സ്ഥാനമാണ്. അടുത്തത് ഫാത്തിമ MP വിദ്യാരംഗം കലാസാഹിത്യ വേദിയുമായിട്ട് ബന്ധപ്പെട്ട ഫാത്തിമ MP ആ സെഷൻ കഴിഞ്ഞു. ഇനി 3ാം സ്ഥാനമാണ്. ഈ പേര് വിളിക്കുന്നവരൊന്ന് വേദിയിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 3ാം സ്ഥാനം മുഹമ്മദ് അസ്ലം, സീനത്ത് ചെറുശോല, ACK പാങ്, PK കൃഷ്ണൈക, മുഹമ്മദ് അബ്ഷർ KM, ഷംനാദ് പട്ടപ്പുറം, മുഹമ്മദ് ഹനീഫ ജീലാനി, കബീർ മേലാറ്റൂർ, നഹ്ഫ, ഫാത്തിമ നസ്രിൻ, ഹിബ P, ജാസ്മിൻ സലാം, സഫ സലീം. ഇത്രയും പേര് വേദിയിലേക്ക് കയറി വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുഹമ്മദ് അസ്ലം, സീനത്ത് ചെറുശോല, ചെറുശോല. ഇത് വന്നില്ലേ? അത് സീനത്ത, അത് കൈ കുട്ടി വന്നില്ല. ഇത് സീനത്തല്ല. ACK പാങ് ഇവിടെ വന്നിട്ടുണ്ടാവും. ACK പാങ് ഇല്ല, അടുത്തെടുത്ത് PK കൃഷ്ണൈക ഇല്ല. നല്ലൊരു കാര്യം ചെയ്യാം. മാപ്പിളപ്പാട്ട് ആലാപനം ബാല്യ വിഭാഗത്തിൽ മുഹമ്മദ് അബ്ഷർ KM പക്കർ മാഷ്. ഇതാ മാഷ് കുറച്ച് സമയം ഇരിക്കുകയാണ്. മുഹമ്മദ് അബ്ഷർ. ഷംനാദ് കോട്ടപ്പുറം മാപ്പിളപ്പാട്ട് ആലാപനം ഓൺലൈൻ മത്സരത്തിലാണിത്. മറ്റേത് റിയാലിറ്റി ഷോ ആയിരുന്നു. ഇത് ഓൺലൈൻ മത്സരത്തിൽ കിട്ടിയതാണ്. മാപ്പിളപ്പാട്ട് ആലാപനം ഓൺലൈൻ 3ാം സ്ഥാനം മുഹമ്മദ് ഹനീഫ ജീലാനി. കബീർ മേലാറ്റൂർ. അടുത്തത് നഹ്ഫയെ. നഹ്ഫക്ക് നമ്മൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സെക്രട്ടറിയുടെ മഷ കൊടുക്കും. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സെക്രട്ടറി അത് വിതരണം നടത്തും അനിൽകുമാർ മാഷ്. നഹ്ഫ A. ഫാത്തിമ നസ്രിൻ EM. അടുത്തത് ഹിബ P, ഫൈസൽ അടയ്ക്ക് കൊടുക്കും. ഹിബ P. ജാസ്മിൻ സലാമിനുള്ളത് കാനേഷ് മാഷാണ് കൊടുക്കുന്നത്. കാനേഷ് മാഷെ ക്ഷണിക്കുന്നു. സഫ സലീം.
സഫ സലീമിന് ഹമീദ് മാഷ് കൊടുക്കും. ഹമീദ് മാഷ് വരും. അടുത്തത് പ്രോത്സാഹന സമ്മാനമാണ്. അബ്ദുൽ നാസർ KP കക്കാടംപുറം വേദിയിലേക്ക് കയറി വരണം, ഉള്ളവർ കയറി വരണം. അഷ്റഫ് പുന്നത്ത്, ഫസൽ വാഫി, മൈമുന്നീസ KP, റഷീദ് PC പാലം, പിന്നെ നഫുവ E, NK ഷമീർ കരിപ്പൂർ, ആബിദ് തറവട്ടത്ത്, ഷാജി ഇല്യാസ് CK, അദ്ദേഹം USA-ലാണുള്ളത്, ഷമീർ സൗദിയിലാണുള്ളത്, അഭിന K. ഇത്രയും പേര് ഇവിടെ സ്ഥലത്തുള്ളവർ കടന്നു വരിക. അബ്ദുൽ നാസർ KP കക്കാടംപുറം, അഷ്റഫ് പുന്നത്ത് വിദേശത്താണ്. അഷ്റഫ് പുന്നത്തിന് വേണ്ടി മകള് ഏറ്റുവാങ്ങുന്നു ശ്രീ ഇണ്ണി P അബ്ദുറഹ്മാൻ എന്ന ഇണ്ണി. അഷ്റഫ് പുന്നത്ത് വേണ്ടി മകളാണ് അത് ഏറ്റുവാങ്ങുന്നത്. അടുത്തത് ഫാസിൽ വാഫി ഉണ്ടായില്ല. മൈമുന്നീസ KP ഷമീറിന്റെ ബ്രദറുണ്ട്, വിളിക്കാൻ പറ്റും. മൈമുന്നീസ KP, NK ഷമീറിന് വേണ്ടി ജബ്ബാറാക്കൻ, നമ്മുടെ അക്കാഡമിയിലെ ഏറ്റവും മുതിർന്ന അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ ഓഫീസ് അഡ്മിനിസ്ട്രേഷന് ചുമതല വഹിക്കുന്ന ജബ്ബാർക്ക. മൈമുന്നീസ KP ജബ്ബാർക്ക തന്നെ കൊടുക്കും. റഷീദ് PC പാലം വന്നിട്ടില്ല. പിന്നെ ആബിദ് തറവട്ടത്ത്, അതിനകത്ത് ഫൈസൽ മാഷ് കൊടുക്കും. ഷാജി ഇല്യാസിന്റെ അഭിന കാനേഷ് കൊടുക്കും. ഇനി ഇവിടെ വന്നിരിക്കുന്നവരിൽ സർട്ടിഫിക്കറ്റോ ഉപഹാരമോ കൈപ്പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ദയവായിട്ട് വേദിയുമായി ബന്ധപ്പെടാവുന്നതാണ്. യെസ്, മാറിപ്പോയോ? പുസ്തകം വാങ്ങാൻ ഒന്നാം സ്ഥാനം ലഭിച്ചവർ പുസ്തകം ഉപഹാരമായിട്ട് വാങ്ങാനുള്ളവർ അത് വാങ്ങുക. ഇനി ആശംസകളാണ്. നമ്മുടെ വിദ്യാലയ കലാസാഹിത്യ വേദിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ മനോജ് മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, ഇതിൻ്റെ ഉദ്ഘാടകൻ, വേദിയിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ കൊറോണ കാലത്തും ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, തികച്ചും മനസ്സ് നിറഞ്ഞ ഒരു വേദിയിലാണ് ഇന്ന് ഞാൻ എത്തുന്നത്. കാരണം സർഗാത്മകത പോലും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു.
മനസ്സിലെ നല്ല ചിന്തകളെ പോലും മറ്റു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിൽ വല്ലാതെ നന്മ തോന്നിയ വേദി എന്ന് പറയാൻ കാരണം ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ചർച്ച, 2 ഡോക്ടർമാരുടെ ഡാൻസ്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഭാവങ്ങളെ ചടുല രൂപത്തിൽ സമൂഹത്തിന് വേണ്ടി സമ്മാനിച്ചതുപോലും മറ്റു രീതിയിൽ വൽക്കരിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് മോയിൻകുട്ടി വൈദ്യർ അക്കാദമിയുടെ മാപ്പിളപ്പാട്ട് മത്സരത്തിന്റെ സമ്മാനം വാങ്ങുവാൻ വേണ്ടി നെറ്റിയിൽ ചന്ദനക്കുറിയും തൊട്ട് വന്നിരിക്കുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നത്. ഇതാണ് യഥാർത്ഥ കേരളം. ഈ ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അക്കാദമിയെ പോലുള്ള കേന്ദ്രങ്ങൾ ഇനിയും അതിന്റെ പ്രവർത്തനങ്ങൾ വിശാലമാക്കേണ്ടതുണ്ട്. ആലോചിച്ച് നോക്കുക, ഈ വിദ്യാർത്ഥികളുടെ, നമ്മുടെ മക്കളുടെ ചിന്തകളെ പോഷിപ്പിക്കുന്ന വേദിയായിരുന്നു വിദ്യാരംഗം. വിദ്യാരംഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അക്കാദമിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അക്കാദമിയുടെ ഈ വർഷത്തെ ഈ ഒരു കൂട്ടത്തെ അംഗീകരിക്കാറില്ല. കാരണം വിദ്യാരംഗം വർഷങ്ങൾക്ക് മുൻപേ ഉണ്ട്, അക്കാദമി ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു മാപ്പിളപ്പാട്ടിന്റെ മത്സരമായാലും എന്തൊക്കെ കുട്ടികളുടെ സർഗാത്മകതയായാലും വിദ്യാരംഗത്തിന് ഒരു ഇടം സമ്മാനിച്ചത് റിസാഖ് സാറും അതുപോലെയുള്ള ഇതിന്റെ നേതാക്കളാണ്. വൈദ്യർ അക്കാദമിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഇത് ഒരു തുടക്കത്തിൽ നിന്നും സ്വപ്നങ്ങളുടെ ചിറക് വിരിക്കുന്ന രൂപത്തിലേക്ക് ഇതിനെ നയിക്കാൻ കഴിയുന്ന വലിയൊരു കൂട്ടർ ഇപ്പോൾ നമ്മളെ കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് വലിയൊരു ആശ്വാസമായിട്ടുള്ളത്. വലിയ ഒരു കയ്യൽ ശരിക്കും നമുക്ക് ആ നേതൃത്വത്തിന് കൊടുക്കേണ്ടതായിരുന്നു. നമ്മുടെ കുട്ടികളുടെ ചിന്തകൾക്കും സർഗാത്മകതയ്ക്കും ഒരു ഇടം എന്ന രീതിയിലേക്ക് ഈ വേദിയെ, ഈ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി ഉയർത്തിക്കൊണ്ടുവന്ന് ജനകീയവൽക്കരിക്കണം. അതിന്റെ ഭാഗമായി നടന്ന മാപ്പിളപ്പാട്ട് മത്സരങ്ങളായാലും റിയാലിറ്റി ഷോ ആയാലും ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അക്കാദമി ഉണ്ട് എന്ന് പുറം ലോകവും അകം ലോകവും അറിഞ്ഞത് ആദ്യമായിട്ടാണ്. ഈ ഒരു അക്കാദമിയുടെ ഈ ഒരു ഭരണസമിതിയുടെ കീഴിലാണ് എന്നുള്ളത് തീർത്തും അഭിനന്ദനാർഹമാണ്. കൂടുതൽ പറയുന്നില്ല. ഇതിൽ സമ്മാനം നേടിയ എല്ലാ വിദ്യാർത്ഥികളും മനുഷ്യത്വം നെഞ്ചിലേറ്റുന്നവരാണ്, ഉള്ളിൽ സംഗീതമുള്ളവർ. അവരാണ് നമ്മുടെ നാളുകളുടെ പ്രതീകങ്ങൾ. ഈ സംഗീതവും ഈ പെരുമയും മനുഷ്യ സ്നേഹവും ഹൃദയത്തോട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നല്ല നാളേക്ക് എഴുത്തച്ഛനും ചെറുശ്ശേരിയും മോയിൻകുട്ടി വൈദ്യരും ഒക്കെ ഉണ്ടാക്കിയ ഒരു പാരമ്പര്യത്തിന്റെ കാവലാളതായി നിൽക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഹൃദയത്തോട് ചേർത്ത് അഭിനന്ദിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. നമ്മുടെ ഒരു ഓൺലൈൻ മത്സരത്തിൽ പങ്കെടുത്ത 3 ചോദ്യം 3 ഉത്തരം പ്രശ്നോത്തരിയിൽ പങ്കെടുത്ത് വിജയിച്ച ശ്രീ അബ്ദുൽ നാസർ KP കക്കാടംപുറം, അദ്ദേഹം ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സമ്മാനം നൽകുന്നത് വൈദ്യർ അക്കാദമിയുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ പുലിക്കോട്ടിൽ ഹൈദരലി അവരുകളാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മകനാണ്. ഓക്കെ. അബ്ദുൽ നാസർ KP കക്കാടംപുറം. മോളെ ഇദ്ദേഹത്തിനടി മോളാണ് ഏറ്റുവാങ്ങുന്നത്. അടുത്തത് ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ശ്രീ കാനേഷ് പൂനൂരിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അക്കാദമി അംഗം. പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ ഒരു നീണ്ട പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ വിജയിച്ച ഓരോരുത്തർക്കും ജീവിതത്തിൽ ഇത് പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും മംഗളാശംസ. നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് ജില്ലാ കോർഡിനേറ്റർ ശ്രീ രാഹുലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന
വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കലാകാരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് വിളംബരവും വിവിധ മത്സരങ്ങളിൽ സമ്മാനാർഹരായിട്ടുള്ളവർക്കുള്ള സമ്മാനദാനവും കൂടാതെ ചിത്രശീല എന്ന സാംസ്കാരിക വകുപ്പ് വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാർ പങ്കെടുത്ത ക്യാമ്പിൻ്റെ മൊമെൻ്റോ വിതരണമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ കലാകാരന്മാർ കൂടി പരിഗണന നൽകിയതിന്. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആയിട്ടാണ് 6 ദിവസമാണ് ചിത്രശീല എന്ന പേരിൽ അക്കാദമിയുടെ വളരെ നാളായിട്ടുള്ളൊരു ഡ്രീം പ്രൊജക്റ്റ് തന്നെയാണെന്ന് ഞങ്ങൾക്കിതിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നത്. അതിനുമായിട്ട് ലോക്ക്ഡൗണിന് ശേഷം പിന്നീട് ഈ അടുത്തതാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനും ഇത് നടപ്പിലാക്കാനും സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മീറ്റിംഗ് കൂടി എന്താണ് ഇതിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന കാര്യത്തിൽ വിശദമായൊരു പഠനം തന്നെ വേണ്ടി വന്നു. അക്കാദമി അംഗങ്ങളും അതുപോലെ തന്നെ മാപ്പിള കലകളിൽ പ്രഗത്ഭരായിട്ടുള്ളവർ ഞങ്ങളെ അതിനുവേണ്ടി സഹായിച്ചു. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളെ അടിസ്ഥാനപ്പെടുത്തിയും അതുപോലെ കൊണ്ടോട്ടിയിലെ കുബ്ബയ എല്ലാമാണ് ഞങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാനാകും. ഒരുപാട് സന്തോഷം ഈ ഒരു സാംസ്കാരിക വകുപ്പിൻ്റെ ഫെലോഷിപ്പ് കലാകാരന്മാർക്ക് അക്കാദമി നൽകിയ ഈ ഒരു സ്നേഹത്തിന്. അതുപോലെ ഇന്നിവിടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയ മുഴുവൻ കലാകാരന്മാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഈ കലാവിഭാഗം ഈ കലാരംഗത്ത് ശോഭിക്കാനും തുടർന്ന് കൊണ്ടുപോകാനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നമ്മുടെ ഈ മാപ്പിള കലാ പരിശീലനത്തിന്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ശ്രീ പക്കർ പന്നൂര്. പ്രിയപ്പെട്ടവർ, കോവിഡ് പ്രോട്ടോകോൾ നിലനിന്ന സമയത്തും അക്കാഡമി കർമ്മനിരതമായിരുന്നു എന്നതിന് തെളിവാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവാർഡ് ദാനം. വിവിധ തലങ്ങളിലായി നടത്തിയ ഏതാനും മത്സരങ്ങളുടെ സമ്മാനദാനവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണല്ലോ ഇവിടെ നടക്കുന്നത്. മറ്റൊരു കാര്യം, കൃത്യമായും വ്യവസ്ഥാപിതമായും അതല്ലെങ്കിൽ ശാസ്ത്രീയമായും ഒക്കെ ഭംഗിയായി നടത്തപ്പെടുന്ന ലോകത്തിലെ തന്നെ മാപ്പിള കലകളുടെയും മാപ്പിളപ്പാട്ടിൻ്റെയും ഒരു പരിശീലന കേന്ദ്രമാണ് ഇവിടെ. അതിന് ഒരു പുതിയ പേര് നിർദ്ദേശിക്കപ്പെടുകയാണ് ഈ പരിപാടിയോടുകൂടി. സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ്. ഈ പേരുകൊണ്ട് തന്നെ നല്ല ഒരു മൈലേജ് നമ്മുടെ ഈ സംരംഭത്തിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഗവൺമെൻറ് തലത്തിൽ നടത്തപ്പെടുന്ന സ്കൂൾ ഓഫ് ഡ്രാമ പോലെയുള്ള അതിപ്രശസ്തമായ കുറേ പരിശീലന രംഗങ്ങൾ അതിന് ചുവട് പിടിച്ചുകൊണ്ട് സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് എന്ന പേരിൽ നമ്മൾ ഈ കാര്യം അല്ലെങ്കിൽ ഈ സംരംഭം കേരളത്തിലുടനീളം വിപുലപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ല ഒരു മൈലേജോട് കൂടിയാണ് നമ്മുടെ തുടക്കം തന്നെ എന്നുകൂടി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ കുട്ടികളുടെ കയ്യിൽ, പുതിയ തലമുറയുടെ കയ്യിൽ മാപ്പിളപ്പാട്ടും അനുബന്ധ കലാരൂപങ്ങളും എല്ലാ അർത്ഥത്തിലും ഭദ്രമാണ്, അതിന് ഒരു ക്ഷീണവും വരില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മത്സരങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഈ വിജയം ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കാനുള്ള ഒരു ത്രാണി നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ്. അടുത്തതായി അഡ്വക്കേറ്റ് KV അഷ്റഫ്. ബഹുമാനായ ചെയർമാൻ, അക്കാദമി അംഗങ്ങളെ, മനോജ് മാഷ്, സഹോദരി സഹോദരൻ, ആശംസ ഒരു വാക്കിൽ നിർത്തുന്നുണ്ട്. ഞാൻ കുറച്ച് വാക്കുകൾ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇന്നിവിടെ പ്രഖ്യാപിച്ച സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് അതൊരു വലിയ വിഷനാണ്. ഈ മാപ്പിള കലകൾക്കുള്ളൊരു പ്രത്യേകത, മാപ്പിളർക്കുള്ളൊരു പ്രത്യേകത, സ്വന്തമായി വിഷൻ രൂപകൽപ്പന ചെയ്യാറില്ല.
കാരണം വലിയ ഒരു വിഷൻ്റെ അനുയായികളാണ് എന്നതുകൊണ്ട് ആ വിഷൻ വിശകലനം ചെയ്യുന്ന ഏർപ്പാടിലാണ് ഈ സമൂഹം ഇടപെട്ടിട്ടുള്ളത്. ഒരു വലിയ ദർശനം കയ്യിലുണ്ട്. ആ ദർശനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് തർക്കിച്ച് പുതിയ വിഷനുകൾ, അങ്ങനെ ഉപദർശനങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിലേക്ക് വല്ലാതെ പ്രവേശിക്കാറില്ല. അപ്പോൾ മാപ്പിളകലാ അക്കാദമി ആ തരത്തിലുള്ള ഉപദർശനങ്ങളുടെ നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്നു എന്നത് ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇനി ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഭരണസമിതിയൊക്കെ നോക്കുന്നതാണ്, അതിൻ്റെ കാലം കഴിയുമ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ ഈ ഭരണസമിതിക്കകത്ത് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ വെറൈറ്റി ഓഫ് പീപ്പിളാണ്. വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ, എന്നാൽ അവരുടെ ഒരു വലിയ ആത്മബന്ധം നിർമ്മിച്ചെടുത്ത ഒരു കൂട്ടായ്മ, പുതിയ ദർശനങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അത് പ്രയോഗിക്കാൻ വേണ്ടി ഡെഡിക്കേഷൻ ഉള്ള ഒരു ടീം, പിന്നെ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സെക്രട്ടറി, പിന്നെ ഇതിനെല്ലാത്തിനും ഇതിൻ്റെ കാര്യനിർവഹണം കൃത്യമായി നടക്കണമെങ്കിൽ അതിന് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന ഒരു സെക്രട്ടറി, പിന്നെ ചെയർമാന്മാരെപ്പോഴും ഫ്ലെക്സിബിൾ ആവണമെന്നാണ്. കാരണം എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് ഒരു തീരുമാനത്തിലെത്താൻ നേതൃത്വം കൊടുക്കേണ്ട ചെയർമാന്മാർ തീർച്ചയായും അതിനനുസരിച്ച് നിന്നുകൊടുത്തേ പറ്റും. അങ്ങനെ എല്ലാ നിലക്കും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടായി വന്നത്. കോവിഡ് കാലത്ത് പോലും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടന്നു. ആ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് മാസ്ക് അണിഞ്ഞ കുറേ ആളുകൾ അകലം പാലിച്ച് ഇരിക്കാൻ വേണ്ടി ഇവിടെ തയ്യാറായി വന്നത്. നേരത്തെ മനോജ് മാഷ് പറഞ്ഞ പോലെ ഈ കാലം വികൃതമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആ വൈകൃതത്തെ മറികടക്കാനുള്ള ഒരേ ഒരു ഉപാധി സാംസ്കാരിക മേഖല മാത്രമാണ്. ആ സാംസ്കാരിക മേഖലയിൽ പ്രധാനമായി നിൽക്കുന്നത് സംഗീതമാണ്. ഇപ്പോൾ സംഗീതത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായമുണ്ട്. ഇവിടെ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ പഠിക്കാൻ വന്നിരുന്നു ഈ 3 കൊല്ലക്കാലത്തിനുണ്ട്. ഒരു ദിവസം ആ കുട്ടിയുടെ ഉമ്മ പറയണം, പാടില്ല എന്നല്ല പറയും, പാടില്ല എന്ന് ഒരു ഫത്വ കിട്ടിയിട്ടുണ്ട്. അവിടെ പണ്ഡിതന്മാരൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഫത്വ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സംഗീതം ഹറാമാണ് എന്ന് കുട്ടിൻ്റെ വരവ് നിർത്തി. അപ്പം അതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് സംബന്ധിച്ച് നോക്കി, എങ്ങനെ ഹറാമാവുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ അവരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സൂഫി സംഗീതം ഒരു എക്സ്ട്രീം മ്യൂസിക്കായിട്ട് വളർന്നു വരുന്നുണ്ട് ഒരു ഭാഗത്ത്. പിന്നെ അതുകൊണ്ട് നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, ഈ വിഷൻ കോൺക്രീറ്റ് ആയിട്ട് നിൽക്കേണ്ടതല്ല, വിഷൻ നമ്മളോടൊപ്പം അപ്ഡേറ്റ് ചെയ്ത് വളരേണ്ടതാണ്. അപ്പോൾ ചിലർ പറയും നബിയുടെ കാലത്ത് കുട്ടികൾ ഒരു പെരുന്നാളിന് കൈകൊട്ടി പാടിയപ്പോൾ നിർത്താൻ പറഞ്ഞപ്പോൾ കുട്ടികൾ നിർത്തി. അപ്പോൾ നബി പറഞ്ഞു ഒരു പാടിക്കോട്ടെ, ഒരു കളിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി അതിന് അനുവാദം കൊടുത്തു. പക്ഷെ അന്ന് ദഫാണ്. ഇപ്പോഴും നമുക്ക് ദഫ് തന്നെ മുട്ടിയാൽ കുഴപ്പമില്ല, വേറെ മേശമ മുട്ടിയാൽ കുഴപ്പമായി എന്ന തരത്തിൽ ഇങ്ങനെയല്ല ഒരു ദർശനത്തെ അപഗ്രഥനം ചെയ്യേണ്ടത് എന്ന ബാലപാഠം പോലും മറന്നു പോകുന്ന തരത്തിലേക്ക് നമ്മളുടെ പരമമായ ദർശനത്തെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾക്ക് തെറ്റുപറ്റുന്നു എന്ന ഒരു പരിശോധന ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദർശനങ്ങളെ വ്യാഖ്യാനിക്കുന്നവർ വിശാല മനസ്സോടുകൂടി കാലത്തെ സമാന്തരമായി നിർത്തി അനുയോജ്യമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് മുന്നോട്ട് വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അക്കാദമി അംഗവും അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് ചെയർമാൻ കൂടിയായിട്ടുള്ള ഹമീദ് മാസ്റ്റർ.
ബഹുമാന്യരായ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അനുഗ്രഹീതരായ ഗായകരെ, ഗാനരചയിതാക്കൾ, ചിത്ര കലാകാരന്മാർ, മറ്റുള്ള പ്രിയപ്പെട്ടവർ, ആദ്യമായിട്ട് വിവിധ മത്സരങ്ങളിൽ വിജയം കൈവരിച്ച ഗായകരെയും ഗാനരചയിതാക്കളെയും ആദ്യമായി അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. ലൈബ്രറി കൗൺസിലിന്റെ അനുമോദനവും അഭിനന്ദനവും കൂടി അർപ്പിക്കുന്നു. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇവിടെ കുട്ടികളെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ ഹോളിന്റെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു നോക്കും. സമൂഹത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അടയാളപ്പെടുത്തൽ നടത്തിയിട്ടാണ് അവരൊക്കെ കടന്നുപോയത്. അതുപോലെ നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് സ്വരമാധുരിയും നല്ല രചനകൾക്കുള്ള കലാവൈഭവവും ചിത്രകാരന്മാർക്കുള്ള വൈഭവവും. ഇതൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി അടയാളപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ കടന്നു പോകാൻ. വെറും ഈ മത്സര വിജയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല എന്ന് അറിയിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ കഴിഞ്ഞ 2 തവണയായിട്ട് കടന്നു വന്ന വൈദ്യർ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചരിത്രപരമായ ഒരു മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. നല്ല കാഴ്ചപ്പാടുള്ള ഒരുപാട് വ്യക്തികൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ ഇപ്പൊ നിങ്ങളൊക്കെ ഈ സമ്മാനം വാങ്ങിയിരിക്കുന്നത് ഈ കമ്മിറ്റിയുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ പിന്നെ നമ്മുടെ മലയാളികൾക്ക് മൊത്തമായിട്ട് 14 ജില്ലയിലും ഈ സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് മൊത്തം മലയാളികളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇതൊരു വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഈ നിങ്ങൾക്കൊക്കെ സമ്മാനം തന്നതുപോലെ, അവാർഡ് തന്നതുപോലെ ഈ കമ്മിറ്റിക്ക് ഒരു അവാർഡ് കൊടുക്കേണ്ടതാണ്. അതിന് മാത്രം വിപുലമായ പദ്ധതികളിലാണ് ഇവരെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഏതായാലും അത് സമൂഹം ചെയ്യേണ്ടതാണ്, കമ്മിറ്റി അല്ല ചെയ്യേണ്ടത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പിന്നെ ഫൈസൽ മാഷ് കൂടിയാണ് സംസാരിക്കാനുള്ളത്. അതിന് മുന്നോടിയായി അക്കാദമി അംഗം കൂടിയായിട്ടുള്ള കൗൺസിലർ കൂടിയായിട്ടുള്ള ശ്രീ അബ്ദുറഹ്മാനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട ചെയർമാൻ, മറ്റ് അംഗങ്ങളെ, സഹോദരി സഹോദരന്മാർ, വിവിധ തലങ്ങളിൽ പാട്ടുപാടിയും ചിത്രം വരച്ചും കവിതകൾ രചിച്ചും ഉത്തരങ്ങൾ പറഞ്ഞും സമ്മാനം നേടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നിങ്ങൾക്ക് അഭിവാദ്യം നേരുകയാണ്. ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന ഒരു അക്കാദമി, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തിക്കൊണ്ട് അവരെ ആഹ്ലാദഭരിതരാക്കുന്ന അക്കാദമി, അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഊർജ്ജസ്വരായ ചെയർമാൻ, സെക്രട്ടറി, മറ്റുള്ള അംഗങ്ങളും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം നിങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. തീർച്ചയായും അത് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ നാടാകെ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അഭിവാദ്യം. അടുത്തതായി വൈദ്യ അക്കാദമി അംഗം കൂടിയായിട്ടുള്ള ശ്രീ ഫൈസൽ എളേറ്റ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തവരെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഈ ഒരു മേഖലയിലുള്ള വിജ്ഞാനം നമ്മളിൽ പുതിയ തലമുറയിൽ മാപ്പിളപ്പാട്ടിൻ്റെ ആലാപനത്തോടൊപ്പം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മുടെ പുതിയ തലമുറ സജ്ജമാണ് എന്നതിൻ്റെ തെളിവാണത്. ക്വിസ് മത്സരമൊക്കെ ഓൺലൈനിൽ നടന്ന കാലത്ത് നമ്മളെല്ലാവരും ഒരു വല്ലാത്ത അവസ്ഥയിലായപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഞങ്ങൾക്കൊക്കെ ഒരു ഊർജ്ജമായിരുന്നു ആ ഒരു ചോദ്യവും ഉത്തരങ്ങൾ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമൊക്കെ. ഇതിലൊക്കെ നമ്മുടെ പുതിയ തലമുറ വളരെ മുന്നിലാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കൂട്ടത്തിൽ ഇവിടെ 2 പേരെ ആദരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ ആലുവ, മാഹിം ചിറയിലാൻ. ഈ 2 പേരും റഹീം ആലുവയോടുകൂടി ഈ സദസ്സിൽ വരേണ്ടതായിരുന്നു, വരാൻ പറ്റില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പലപ്പോഴും നമ്മുടെ പാട്ടുകാർ, എഴുത്തുകാർ, സംഗീത സംവിധായകർ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെയാണ് ആളുകൾ തിരിച്ചറിയാറുള്ളത്. പക്ഷേ ഇവര് ജീവിതത്തിൽ ചിലപ്പോൾ ഒരു തരത്തിലുള്ള സാമ്പത്തികമായ സൗകര്യങ്ങളും ഇതുകൊണ്ട് ലഭിക്കാതെ എല്ലാ തരത്തിലും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവർ. മാഹിൻ്റെ വീട്ടിലും അബൂബക്കറിൻ്റെ വീട്ടിലൊക്കെ പലതവണ പോയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്നാൽ അത്ഭുതപ്പെടും. ഇവിടെ നേരത്തെ 30,000 പാട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അത് കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു സാഹസം. നിങ്ങൾക്കറിയാം, ദിവസം നമ്മളൊരു 100-200 1000 പാട്ട് കേൾക്കുക നമ്മൾ നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ആര് പാടി എന്നൊക്കെ നമ്മൾ തരംതിരിക്കാനുള്ള ഒരു പാടിലാണ് ഞങ്ങൾ. അവരത് ശേഖരിച്ചു വെക്കുന്നു. ആർക്ക് വേണം. ഇപ്പോൾ പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇവരുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷവും മാഹിയിലൊരു ഗ്രൂപ്പിൽ മാനിത കൊതി കൽബിൽ എന്ന് പറയുന്ന ഒരു പാട്ട് ആർക്കും പോസ്റ്റ് ചെയ്തായിട്ട് കണ്ടു, ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തായിട്ട് കണ്ടു. ഫാരിഷ ഖാനും മെഹബൂബും പാടിയ ഒരു പാട്ട്. ഇങ്ങനെ ആരാവശ്യപ്പെട്ടാലും പഴയ പാട്ടുകൾ കൊടുക്കുക എന്നുള്ളതിന് അതിൻ്റെ ഒരു സന്നദ്ധതയും. പല ആളുകളും ഇത്തരം കാര്യങ്ങളൊക്കെ ആർക്കും കൊടുക്കാതെ അടക്കി വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ വൈദ്യരക്കാടുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ 2 ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചാണ് അവരുടെ ഈ ഒരു പാട്ടുകളൊക്കെ അവരോട് വാങ്ങിയത്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇവരുടെ പ്രവർത്തനം. ഇവരാണ് ശരിക്ക് മാപ്പിളപ്പാട്ടിനെ ജനകീയമാകുന്നത്. ഇക്കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും എത്തിക്കുന്നത്. ഇവരുടെ കൂടെ എനിക്കറിയാം ദുബായിൽ പ്രവർത്തിക്കുന്ന നാസിം ആലുവ, അവരൊക്കെയാണ് ഇവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം കേന്ദ്രമാക്കി ഇവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. മുസ്താഖ് നാട്ടേകാൽ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ എന്തിനും തയ്യാറാണ്. നമ്മൾ അവരോട് ചോദിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്. ഏത് പാതിരാക്കും ഏത് പാട്ട് ചോദിച്ചാൽ അവർ നമുക്ക് ലഭിക്കുക, അവർക്ക് കിട്ടാവുന്ന അറിവുകളും നൽകുകയാണ്. അവരെ ഈ ബഹുമാനിക്കുന്ന ഒരു ചടങ്ങെന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടും വളരെ ധന്യതയാർന്ന ഒരു ചടങ്ങാണ്. പ്രിയപ്പെട്ട മാഹിയും സ്വകാര്യമായ അദ്ദേഹത്തിൻ്റെ 21 വയസ്സുള്ള മകള് 2 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. അതിലൊക്കെ അദ്ദേഹത്തിന് കരുത്തായി നിന്നത് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സേവനത്തിലൂടെ ലഭിച്ച സൗഹൃദമാണ്. അങ്ങനെയുള്ള ലഭിച്ച അദ്ദേഹത്തിനൊരു ഒരു മനക്കരുത്ത് നൽകിയത് നമ്മുടെയൊക്കെ നൽകുന്ന ഒരു സൗഹൃദമാണ്. അതൊക്കെ നമ്മുടെ ഒരു കൂട്ടുകാരായി നിന്നുകൊണ്ട് ഈ മേഖലയിലേക്ക് അവർ നൽകുന്ന ഈ പ്രവർത്തനത്തെ വൈദ്യുത അക്കാദമി മാനിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചടങ്ങിൽ സവിശേഷതയായി എനിക്ക് തോന്നുന്ന കാര്യം. വിജയികൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ അഭിനന്ദനങ്ങൾ നേരുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് എന്ന നമ്മുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ നമ്മൾ കാണുന്നത് മാപ്പിള കലകളോടൊപ്പം തന്നെ ഇതര കലകളെയും പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാപ്പിള കലാ അക്കാദമിയുടെ ഒരു ലക്ഷ്യമാണ്. കാരണം നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ് എന്നുള്ളത് കൊണ്ട് ആ ബഹുസ്വരതയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പും പ്രവർത്തിക്കുക എന്നതിൻ്റെ ഭാഗമായി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തന രീതി തന്നെ നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്. ആദ്യമായി വരുന്നവരുടെ അറിവിലേക്ക് വേണ്ടി കൂടിയാണ് അത് പങ്കുവെക്കുന്നത്. അത് മറ്റൊന്നുമല്ല, മാപ്പിള കലകളായ കോൽക്കളിയും വട്ടപ്പാട്ടും ദഫും അറബിനെയും ഒക്കെ പരിശീലിപ്പിക്കുമ്പോൾ, ഒപ്പനയൊക്കെ പരിശീലിപ്പിക്കുമ്പോൾ ഒപ്പനയോടൊപ്പം തിരുവാതിരക്കളിയും മാർഗം കളിയും പരിശീലിപ്പിക്കുന്ന ഒരു സംസ്കാരമാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടേത് എന്നതുകൊണ്ട് തന്നെ ബഹുസ്വര സമൂഹത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന രീതികളാണ് അക്കാദമി വിഭാവനം ചെയ്യുന്നത്. തീർച്ചയായും സ്കൂൾ ഓഫ് മാപ്പിള ആർട്സ് അത്തരമൊരു സന്ദേശം തന്നെയാണ് സമൂഹത്തിലേക്ക് വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ വളരെ താല്പര്യപൂർവ്വം ഈ പ്രതികൂല ഘട്ടത്തിൽ വന്ന എല്ലാവരെയും അക്കാദമിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സെഷന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അക്കാദമി അംഗം കൂടിയായിട്ടുള്ള ശ്രീ ജബ്ബാർ കെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള അക്കാദമി വൈസ് ചെയർമാൻ അധ്യക്ഷൻ പുൽക്കോട്ടിലായിരുന്നു ഈ സമ്മാനദാനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും മാപ്പിള സ്കൂൾ ഓഫ് ആർട്സ് യാഥാർത്ഥ്യമാക്കി അതിൻ്റെ ഉദ്ഘാടനം വിളംബരം നടത്തുകയും ചെയ്ത അക്കാദമിയുടെ അഭിനന്ദനായ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രംഗത്താൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ അക്കാദമി അംഗങ്ങളെ, അതിഥികളെ, ഇവിടെ ഇന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയ പ്രതിഭകളെ, അവരുടെ രക്ഷിതാക്കളെ, പ്രിയമുള്ളവർ, ഈ ചടങ്ങ്
ഒരു വലിയ വിജയമായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ പങ്കെടുത്ത് വിജയം കരസ്ഥമാക്കിയവർ, ഇവിടെ സമ്മാനം കരസ്ഥമാക്കാൻ അത് വാങ്ങാൻ വന്നവർ വളരെ ഒന്നോ രണ്ടോ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായി ഈ മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കി സമ്മാനങ്ങൾ നേടിയ പ്രതിഭകളെ അഭിനന്ദിക്കുകയാണ്. പിന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ നല്ലവരായ ആളുകളെയും ഇവിടെ നല്ല വാക്കുകൾ പറഞ്ഞ് ഇവിടെ ആശംസകൾ അർപ്പിക്കുകയും നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുകയും ചെയ്ത എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് അവസാനിച്ചായി പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നന്ദി നന്ദി. വൈകി ആരെങ്കിലും വന്ന് സർട്ടിഫിക്കറ്റോ സമ്മാനമോ കൈപ്പറ്റാനുള്ള ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിൽ വന്ന് കൈപ്പറ്റണമെന്ന് അറിയിക്കുകയാണ്. ചായ താഴെ ഉണ്ട്, ചായ കഴിച്ചിട്ട് വേണം എല്ലാവരും പിരിയാൻ എന്നതുകൂടി അറിയിക്കുകയാണ്. Gracias.